പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹീതമായ ഈ സന്ധ്യാസമയം ദൈവവചനവുമായി ഇവിടെ നിൽക്കുവാൻ സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് അവസരമൊരുക്കിയത് ഓർത്ത് ഞാൻ തിരുനാമത്തെ സ്തുതിക്കുന്നു. വന്നുകൂടിയിരിക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അത്യധ്വാനം ചെയ്യുന്ന ബഹുമാന്യരായ എല്ലാ ദൈവദാസന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. 45 വർഷങ്ങൾക്ക് മുമ്പ് 14 വയസ്സുള്ള ഒരു കൊച്ചു ബാലകനായി ഒരു കുട്ടിനിക്കർ ഉടുത്തുകൊണ്ട് ഈ ഹെബ്രോൺ കോമ്പൗണ്ടിൽ കയറിയതാണ്. കുമ്പനാട് ഹെബ്രോൺ ബൈബിൾ സ്കൂളിൽ പഠിച്ച ഏറ്റവും ചെറിയ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ബഹുമാനപ്പെട്ട സാറപ്പച്ചൻ കെ എബ്രഹാം സാർ അവരുകൾ പറഞ്ഞു, ജോയി എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. 35 കൊല്ലമായി ഈ ബൈബിൾ സ്കൂൾ നടക്കുന്നു. ഇതുവരെ കുട്ടി നിക്കറിട്ടുകൊണ്ട് ഇവിടെ ആരും വന്നിട്ടില്ല. ഒന്നുകിൽ മുണ്ടുടുക്കണം, അല്ലെങ്കിൽ പാൻ്റ് ഇടണം. രണ്ടും എനിക്ക് വിഷമമാണ്. പാൻ്റ് അന്ന് പോലീസുകാർക്കേ ഉള്ളൂ. ഞാൻ അന്ന് ബാത്റൂം ടവലിൻ്റെ എനിക്ക് നീളമേ ഉള്ളൂ. ഇപ്പോഴിത്രയേ ഉള്ളൂ. 45 കൊല്ലം മുമ്പ് എങ്ങനായിരിക്കും? പിന്നത്തെ കാര്യം പറയാൻ മലയാളത്തിൽ നാണമുള്ളത് കൊണ്ട് ഇംഗ്ലീഷ് പറയട്ടെ. ഐ വെൻറ്റ് കുമ്പനാട് കേരള ക്ലോത്ത് സ്റ്റോർ, purchased the smallest dhoti available and wrapped it upon my half pants knicker for safety reasons and completed my study, scoring the highest mark for every subject. Praise the Lord. 45 വർഷങ്ങൾ കൊണ്ട് സുവിശേഷവയിൽ അധ്വാനിപ്പാൻ സ്വർഗത്തിലെ അപ്പച്ചൻ കൃപ ചെയ്തു. 36 ഗ്രന്ഥങ്ങൾ ഇതിനോടകം രചിച്ചു കഴിഞ്ഞു. എന്നാൽ ഏറ്റവും ഒടുവിലായി എൻ്റെ ജീവിതാനുഭവങ്ങൾ, ബാല്യം മുതൽ കർത്താവിനെ തിരഞ്ഞെടുത്ത് മെനഞ്ഞ രീതികൾ, ഉയർച്ചകൾ, താഴ്ചകൾ, കയ്പുനീർ, കണ്ണുനീർ എല്ലാം എഴുതിയ അനുഭവങ്ങളും സന്ദേശങ്ങളും എന്നൊരു പുസ്തകവും. കർത്താവിൻ്റെ സന്നിധിയിൽ എങ്ങനെ നമുക്ക് ഉയർത്തപ്പെടുവാൻ കഴിയും, ഒരു ക്രിസ്തീയ നേതാവിൻ്റെ ലക്ഷണങ്ങൾ എന്ത്, ആരെയാണ് ദൈവം ഉയർത്തുന്നത്? ദൈവത്താൽ ഉയർത്തപ്പെടുന്നവനെ മനുഷ്യൻ താഴ്ത്താൻ പറ്റുകയില്ല. ദൈവം താഴ്ത്തിയവനെ മനുഷ്യർ ഉയർത്തിയാൽ ഡ്യൂപ്ലിക്കേറ്റ് ആകും. അതിനുവേണ്ടി തന്ത്രങ്ങളും മന്ത്രങ്ങളും ഒന്നും പ്രയോഗിക്കേണ്ടതില്ല എന്ന് ആനുകാലികമായ ഒരു പ്രസിദ്ധീകരണമാണ് ക്രിസ്തീയ സഭാ നേതൃത്വം. ഈ 2 ഗ്രന്ഥങ്ങൾ എബ്രഹാം ഫൗണ്ടേഷൻ ബുക്ക് സ്റ്റോളിലോ സമീപത്തോ നിങ്ങൾക്ക് വായിച്ച് വാങ്ങാം. നിങ്ങളത് വാങ്ങി ഈ വിഷയങ്ങൾ ഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. പൂർണ്ണതയിലേക്ക് എത്തുക എന്നതാണ് പൊതുവായി നമ്മുടെ തീം. അതിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നിറവ്, അതിൻ്റെ ഡയമെൻഷൻസ് ഓഫ് ക്രൈസ്റ്റ് ലവ്, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വിവിധ പ്രതലങ്ങൾ, അതാണ് ഈ രാത്രിയിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം. അതിനുവേണ്ടി ആധാരമായി എല്ലാവരും ബൈബിൾ തുറക്കുവീൻ. എഫെസ്യ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 19 വരെ വായിക്കാം. അതു നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി അതിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തിൽ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ രാത്രിയിൽ അങ്ങയുടെ തിരുസാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ നല്ല ദാസനിലൂടെ ഞങ്ങൾക്ക് പ്രാരംഭമായി നൽകിയ തിരുവചന സന്ദേശത്തിനായി സ്തോത്രം. പിന്നെയും ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. ഹൃദയംഗമായി ഞങ്ങളോട് സംസാരിക്കണമേ. തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വിനയമായിട്ട് അപേക്ഷിക്കുന്നു, കേൾക്കണമേ. അതിശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ സഭയ്ക്കെഴുതുന്ന ലേഖനത്തിൽ തൻ്റെ പ്രാർത്ഥന എഴുതിയിരിക്കുന്ന ഭാഗമാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. ദൈവസ്നേഹത്തിൻ്റെ നീളം, വീതി, ആഴം, ഉയരം എന്തെന്ന് നിങ്ങൾ സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കണം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയണം. കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനം യേശുക്രിസ്തുവിൽ കൂടെയാണ് ലോകം അറിഞ്ഞത്.
ആ സ്നേഹത്തിന് നീളമുണ്ട്, വീതിയുണ്ട്, ആഴമുണ്ട്, ഉയരമുണ്ട്. എന്താണ് നീളം? എഫെസ്യ ലേഖനം 1:4 ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മെ സ്നേഹിച്ച സ്നേഹം. യിരെമ്യാ പ്രവചനം 31:3 നിത്യ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ച സ്നേഹം. നിത്യത മുതൽ നിത്യത വരെ നിലനിൽക്കുന്നതാണ് ദൈവസ്നേഹം. എന്താണ് അതിൻ്റെ ആഴം? 86-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 13-ാം വാക്യത്തിൽ, എന്നോടുള്ള നിന്റെ ദയ വലുതല്ലോ, നീ എൻ്റെ പ്രാണനെ അധമപാതാളത്തു നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അഴുകി നാറി ശവസമാനരായ പാപികളെ, പാതാളത്തിന്റെ ആഴത്തിൽ പോകേണ്ട നമ്മെ അവിടെ നിന്ന് ഉയർത്തിയതാണ് ദൈവസ്നേഹം. എന്താണ് ദൈവസ്നേഹത്തിന്റെ ഉയരം? എഫെസ്യ ലേഖനം 2:7 ക്രിസ്തുവിനോടുകൂടെ പിതാവ് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ദൈവസ്നേഹത്തിന്റെ വീതി? യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം ലോകത്തെ സ്നേഹിച്ചു. നിത്യത വരെയുള്ള സ്നേഹമാണ് നീളം. പാതാളത്തിന്റെ ആഴത്തിൽ നിന്ന് ഉയർത്തിയതാണ് അതിന്റെ ആഴം. സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയതാണ് അതിന്റെ ഉയരം. സമസ്ത ലോകത്തിനെ സ്നേഹിച്ചതാണ് അതിന് വീതിയെങ്കിൽ നമുക്ക് എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? അത്യുന്നത ദൈവത്തിന്റെ സ്നേഹത്തെ ലോകത്തിൽ പ്രദർശിപ്പിച്ച വ്യക്തിത്വമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ സ്നേഹം അൺമെറിറ്റഡ് ലവ് അഥവാ ഫോർഗീവിംഗ് ലവ്. തുറക്കുവീൻ റോമാലേഖനം 5-ാം അധ്യായം 6, 8, 10 3 വാക്യങ്ങൾ പടിപടിയായി ദൈവസ്നേഹത്തിന്റെ ആഴം, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം വർണ്ണിച്ചിരിക്കുന്നത് കാണുവീൻ. വായിക്കാം. റോമർ 5:6 ആദ്യം. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ Yes. ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. We were weak. ബലഹീനരായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ചു. 8-ാം വാക്യം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ഒരു പടിയും കൂടെ താഴോട്ട് വന്നു. നമ്മൾ ബലഹീനർ മാത്രമല്ല, പാപികളായിരുന്നു. അപ്പോൾ തന്നെ അഭക്തർക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ഇനി ഒരു പടിയും കൂടെ താഴെ 10-ാം വാക്യം വായിക്കുകയും, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. ദൈവസ്നേഹത്തിന്റെ ആഴത്തിന്റെ 3 പടികൾ റോമർ 5 പൗലോസ് പറയുമ്പോൾ 5-ാം വാക്യത്തിൽ ദൈവത്തിന്റെ സ്നേഹമോ നമ്മളിൽ പകർന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സ്നേഹം മാനവ കുലത്തിന് വെളിപ്പെടുത്തി കൊടുത്തത് ക്രിസ്തുവേശു തന്നെ. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിൽ വ്യാപരിപ്പിക്കുന്നത് ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ പറന്നു നടക്കുന്ന പരിശുദ്ധാത്മാവെന്ന തങ്കപ്രാവാണ്. അതിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ അവനെ സ്തുതിക്കട്ടെ. അത് ബലഹീനരായിരിക്കുമ്പോൾ തന്നെ, പാപികളായിരിക്കുമ്പോൾ തന്നെ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, സ്നേഹിതരെ, യോഗ്യതയുടെ ലാഞ്ചന പോലും ഇല്ലാതിരിക്കുമ്പോൾ നമ്മെ സ്നേഹിച്ച സ്നേഹമാണ് ക്രിസ്തുവിന്റെ സ്നേഹം. കമ്പനികളിൽ, ഓഫീസുകളിൽ, ഫാക്ടറികളിൽ, ഉദ്യോഗ മണ്ഡലങ്ങളിൽ അഡ്മിഷനും പ്രമോഷനും കിട്ടുന്നത് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിലാണ്, അല്ലേ? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് തുടങ്ങി യോഗ്യതകളെ പരിഗണിച്ചാണ് കമ്പനികൾ, ഓഫീസുകൾ, ഫാക്ടറികളിൽ അഡ്മിഷനും പ്രമോഷനും. എന്നാൽ അയോഗ്യതയും കൊണ്ടുവരുമ്പോൾ അഡ്മിഷനും പ്രമോഷനും കിട്ടുന്ന ഒറ്റ കമ്പനിയേ ഉള്ളൂ. ഇന്ന് രാത്രി നമ്മൾ അവിടെയാ വന്നിരിക്കുന്നത്. 4 ഉദാഹരണം പറയട്ടെ. 1, യോഹന്നാൻ സ്നാപകൻ, എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് കുരിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. സ്ത്രീകൾ ജനിച്ചവരിൽ ഏറ്റവും വലിയവനായി തീർന്നവനാണ്. 2, ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാല്യക്കാരന് സൗഖ്യം. 3, മുടിയൻ പുത്രൻ, അപ്പാ, സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു പോയി, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. പറഞ്ഞു കഴിഞ്ഞപ്പോൾ കയാലെ ചെരുപ്പ്, കയ്യെ മോതിരം, മുഖത്ത് ചുമ്മനം, മേൽത്തരമായെങ്കി. 4 പൗലോസ് തന്നെ, ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനല്ല.
അവനാണ് മൂന്നാം സ്വർഗം വരെ എടുക്കപ്പെട്ടെങ്കിൽ സകലവിധ പാരമ്പര്യത്തിന്റെ അഹന്തകളും മാറ്റി അയോഗ്യത സമ്മതിച്ചാൽ നിന്റെ പേരിൽ ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ മഴ പെയ്യും മക്കളെ. അവൻ ക്ഷമിച്ചാൽ പരിപൂർണമായിട്ടാണ്. അറിയാമോ, ക്രിസ്തുവേശുവിൽ കൂടെ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നതിന് ചില ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്. വായിച്ചിട്ടുണ്ടോ? സങ്കീർത്തനങ്ങളുടെ മണിമകുടമായ 103-ാമത്തെ സങ്കീർത്തനത്തിൽ 12-ാം വാക്യത്തിൽ, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോടകറ്റി ക്രിസ്തുനാഥന്റെ അടുക്കൽ വന്ന് പാപമോചനം പ്രാപിച്ച സഹോദര സഹോദരി, പറന്ന് 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 ഉദയം മുതൽ അസ്തമാനം വരെ പറക്കുമ്പോൾ മനസ്സ് മന്ത്രിക്കട്ടെ, എൻ്റെ അപ്പച്ചൻ ക്ഷമിച്ചു ക്ഷമിച്ചു ക്ഷമിച്ചു, അവന്റെ വലിയ നാമം വാഴ്ത്തപ്പെടട്ടെ. യെശയ്യാ പ്രവചനം 1:18, രക്താംബരം പോലെ നിന്റെ പാപവും ഹിമം പോലെ വെളുപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പാപത്തിന്റെ കറകളാൽ വേദനിക്കുന്ന സഹോദര സഹോദരി, മാരക പാപത്തിൽ അകപ്പെട്ട് ക്ഷമയിൽ വേദനയോടെ കഴിയുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു സദ്വർത്തമാനം നിനക്കുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ, പരമപരിശുദ്ധൻ, അവൻ ആരാധന കൊതിയനല്ല, ആരാധനയ്ക്ക് യോഗ്യനാണ്. അവന്റെ പരമപരിശുദ്ധന്റെ ആ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുമ്പോൾ രക്താംബര പോലെ ഉള്ളതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്നു. യെശയ്യാവിന്റെ പ്രവചനം 38-ാം അധ്യായം 17-ാം വാക്യത്തിൽ, നീ എൻ്റെ പാപങ്ങളെ പിറകിൽ എറിഞ്ഞു കളഞ്ഞു, നിന്റെ പാപത്തിനും നിനക്കും മധ്യത്തിൽ നിന്റെ ദൈവം നിൽക്കുന്നു, നിന്നെ അഭിസംബോധന ചെയ്യുന്നു. പിറകിലെറിയുന്ന ആ പാപം, അതാണ് ദൈവീക സ്നേഹത്തിന്റെ പ്രദർശനം. തീർന്നില്ല. യെശയ്യാ പ്രവചനം 44-ാം അധ്യായം 22-ാം വാക്യത്തിൽ, നിന്റെ പാപങ്ങളെ അവൻ മായിച്ചു കളയുന്നു. തീർന്നില്ല. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 34-ാം വാക്യത്തിൽ, ഞാൻ ഇനി അവരുടെ പാപങ്ങളെ ഓർക്കയില്ല. മറക്കുന്ന ദൈവസ്നേഹം. തീർന്നില്ല. മീഖായുടെ പ്രവചനം 7-ാം അധ്യായം 19-ാം വാക്യം, ഞാൻ അവരുടെ പാപങ്ങളെ ചവിട്ടിക്കളയും. തീർന്നില്ല. അത് സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളയും. ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ ലംഘനങ്ങളെ അകറ്റിയവനെ സ്തുതിക്കുവീൻ. പാപക്കറകൾ മായിച്ച് രക്താംബരം ഹിമം പോലെ വെളുപ്പിക്കുന്നവനെ സ്തുതിക്കുവീൻ. പാപത്തെ പിറകിൽ എറിഞ്ഞു കളയുന്നു, മായിച്ചു കളയുന്നു, മറന്നു കളയുന്നു, മാത്രമല്ല ചവിട്ടിക്കളയുന്നു, സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളയും. ഇതറിയുമ്പോൾ നമുക്കൊരു പ്രബോധനമുണ്ട്. എന്താ അത്? കൊലോസ് ലേഖനം 3-ാം അധ്യായം 12-13 വായിക്കൂ. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. ഹല്ലേലൂയ പറയാൻ ധൈര്യമുണ്ടോ നിനക്ക്? കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവീൻ. മത്തായി 18:35 ഓരോരുത്തൻ തന്റെ സ്നേഹിതനോട് ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും അങ്ങനെ തന്നെ ചെയ്യും. നിന്റെ പാപക്കറകളെ കഴുകി കളഞ്ഞ് ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയെങ്കിൽ മറ്റുള്ളവരുടെ അപരാധം ക്ഷമിക്കണം. ഹൃദയംഗമായി ഒരു മാസികയിൽ വായിച്ചു തോർക്കുന്നു, ഒരു സ്നേഹിതൻ, ആ ഒരു സഹോദരൻ അയൽ കൂട്ടു സഹോദരനോട് പകവെച്ച് പുലർത്തി. 5 കൊല്ലമായി പരസ്പരം മിണ്ടിയിട്ടില്ല, വീട്ടിൽ പോയിട്ടില്ല. അങ്ങനെ പ്രതികാരത്തിൽ ഇരിക്കവേ ഹൃദയത്തിന് എന്തോ ഒരു ആഘാതം, ഒരു നെഞ്ചിന തരപ്പ്. അതേ, ഡോക്ടറുടെ അടുക്കൽ പോയി പറഞ്ഞു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അവനെ വെന്റിലേറ്ററിൽ ഇട്ടു. 24 മണിക്കൂർ കഴിഞ്ഞെങ്കിലേ എന്തെങ്കിലും പറയാൻ കഴിയൂ. അപ്പോഴവൻ ഓർത്തു, എൻ്റെ കൂട്ടു സഹോദരനോട് ഞാൻ മിണ്ടിയിട്ട് 5 കൊല്ലമായി, പ്രതികാരം ചെയ്യാൻ വിചാരിച്ചു, ഇനി അത് സാധിക്കയില്ല, നിരപ്പായിട്ട് പോകാം എന്ന് വിചാരിച്ച് മോനെ പറഞ്ഞയച്ചു. മകൻ ചെന്ന് അങ്കിൾ അങ്കിൾ പപ്പ വിളിക്കുന്നു. പപ്പ വന്നു. എന്താ? വെന്റിലേറ്ററിൽ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു, സഹോദര 5 കൊല്ലമായിട്ട് നമ്മൾ തമ്മിൽ മിണ്ടിയിട്ടില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ കടന്നു പോകാൻ തുടങ്ങുന്നെന്ന് ഡോക്ടർ പറയുന്നു. അതുകൊണ്ട് സകലതും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, വിട്ടിരിക്കുന്നു. കൈകൾ കൊടുത്ത് പ്രാർത്ഥിച്ച് വിശുദ്ധ ചുംബനം ചെയ്ത് പോയി പടി ഇറങ്ങുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞു, ബ്രദർ 24 മണിക്കൂറിനകം ഞാൻ ലോകത്തോട് യാത്ര പറയുമെന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തമ്മിൽ ഇപ്പം ഉമ്മ വെച്ചത്.
ഒരു പക്ഷേ ഞാൻ ജീവിച്ചിരുന്നാൽ ഐ വിൽ ടീച്ച് യു. അയ്യോ, ആ മനുഷ്യനങ്ങ് മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ഞാൻ സ്വർഗസ്ഥ പിതാവ് നിന്നോട് അങ്ങനെ തന്നെ ചെയ്യും. നിന്റെ കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കൂ. ലോക ചരിത്രത്തിൽ ആദ്യം കോപിച്ച മനുഷ്യന്റെ പേര് കായീൻ. സ്വന്തം അനുജനെ വകവരുത്തിയില്ലേ? ആദ്യത്തെ കോപം കൊലപാതകത്തിൽ കലാശിച്ചു. ഉൽപ്പത്തി 4 അത് കാണുന്നു. ഉൽപ്പത്തി 34 കോപം, ദീന എന്ന പെൺകുട്ടിയുടെ പേരിൽ ആങ്ങളമാര് കോപിച്ച കോപം. നിരപരാധികളായി നിരവധി ചെറുപ്പക്കാരെ അരിഞ്ഞു വീഴ്ത്തി രക്തം കുഴ പോലെ ഒഴുക്കിയില്ലേ? അതിന്റെ ശാപം ഉൽപ്പത്തി 49 യാക്കോബ് പറയുന്നു, ശിമയോനിൽ ലേവിയും സഹോദരന്മാർ എൻ ഉള്ള അവരുടെ മന്ത്രണത്തിൽ കൂടല്ലേ, അവരുടെ സഭായോഗത്തിൽ ചേരല്ലേ. 16-17 അധ്യായങ്ങളിൽ ശൗലിന്റെ കോപം അതേ കുന്തം ചാണ്ടുന്നു. ദാവീദിനെ വകവരുത്തുവാൻ ശ്രമിക്കുന്നു. ഉറഞ്ഞു തുള്ളുന്നു അവൻ. സംഭവിച്ചത് എന്ത്? അവന്റെ ദാരുണമായ അന്ത്യം, ട്രാജഡി എന്ന് പറയും ഇംഗ്ലീഷിൽ, ദുരന്തമെന്ന് മലയാളത്തിൽ. തല ഒരിടത്ത് പോയി, ഉടൽ മറ്റൊരിടത്ത് പോയി, ആയുധവർഗം മറ്റൊരിടത്ത് പോയി. സ്നേഹിത, കായീന്റെ കോപം, ഉൽപ്പത്തി 4 കോപം, 34 കോപം, 49 ശാപം, ശൗലിന്റെ കോപം. അപകടമാണെങ്കിൽ ആങ്കറിന്റെ സ്പെല്ലിംഗ് അറിയാമോ? ANGER. അതിന് കൂടെ D ഇട്ടാ മതി. DANGER എന്ന് പറഞ്ഞ എന്തോന്ന്? Anger is the closest friend of danger. അത് പരിപൂർണമായി നീക്കി ഒരു ശുദ്ധീകരണം വരുന്ന രാത്രിയായിട്ട് ഇത് തീരട്ടെ. നിനക്കിനി ഒരു നീക്കാൻ വയ്യ, ഞാൻ അവളെ കൊല്ലും, അവനെ ഇടിക്കും, അവനെ തൊഴിക്കുമെന്നൊക്കെ അങ്ങ് ഉറഞ്ഞു തുള്ളിയാലേ അതിനൊരു മരുന്ന് ഞാൻ പറഞ്ഞു തരാം. പെട്ടെന്ന് അൺകൺട്രോളബിൾ ആങ്കർ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി പിടിച്ച് ഏറ്റവും അടുത്തുള്ള സെമിത്തേരിയിലോട്ട് പോയാൽ മതി. അവിടെ കല്ലറകളുടെ ഇടയിൽ നിന്ന് ഒരു സങ്കീർത്തനം ചൊല്ലണം. 133 സങ്കീർത്തനം ഇങ്ങനെ ചൊല്ലൂ. ഇതാ സഹോദരന്മാർ ഒന്നിച്ച് കിടക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. ഇതാ സഹോദരിമാർ ഒത്തൊരുമിച്ച് കിടക്കുന്നത് എത്ര ശുഭവും മനോഹരമാകുന്നു. അധികം താമസിയാതെ ഞാൻ ഇവിടെ കിടക്കേണ്ടി വരും. 3 വട്ടം ഈ സങ്കീർത്തനം ചൊല്ലു മക്കളെ, നിന്റെ കോപം മാറും. പരീക്ഷിച്ചു നോക്കൂ. അല്പകാലമല്ലേ ഉള്ളൂ. നമ്മുടെ കർത്താവ് തന്റെ സ്നേഹത്താൽ സകലതും ക്ഷമിച്ചെങ്കിൽ കൂട്ടുവിശ്വാസിയോട് ക്ഷമിക്കുവാൻ മനസ്സുള്ളവർ കൈപൊക്കട്ടെ. ആരോട് വിദ്വേഷവും പകയും ഉണ്ടോ ഇവിടെ കളഞ്ഞിട്ടേ ഇന്ന് പോകാൻ തീരുമാനിക്കാവൂ. ആ സമർപ്പണമുള്ളവർ സ്തോത്രം ചെയ്യാം. Dimensions of Christian love. Point number 1, it is forgiving love. അതെ, ക്ഷമിക്കുന്ന സ്നേഹം. Point number 2, it is protecting love. അത് സംരക്ഷിക്കുന്ന സ്നേഹമാണ്. ഓർമ്മയുണ്ടോ? 103 സങ്കീർത്തനം 13 വാക്യം എല്ലാവരും പറയൂ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും. ആ കരുണ എന്താന്ന് യിരെമ്യാവിന്റെ പ്രവചനം 31 അധ്യായം 20 വാക്യത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. ജെറമ്യാ 31:20 ഒന്ന് വായിച്ചേ. എഫ്രൈം എന്റെ വാത്സല്യ പുത്രനോ, വെറും മോനല്ല, എന്റെ വാത്സല്യ പുത്രൻ. ഓമനക്കുട്ടിയോ, വെറും കുട്ടിയല്ല, ഓമനക്കുട്ടി. ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും, കുരുത്തക്കേട് കാണിക്കുമ്പം ഞാൻ അവന് വിരോധമായി സംസാരിക്കുമെങ്കിലും അവനെ കുറിച്ച് എന്റെ മനസ്സിൽ സ്ഥായിത്വം. പാപത്തിനെതിരെ ശബ്ദിക്കുമെങ്കിലും പാപിയോട് സ്നേഹമുള്ള ഒരു അപ്പച്ചനാ സ്വർഗത്തിൽ. വിരോധമായി സംസാരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു. 103:13 അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെയാണ് ദൈവസ്നേഹത്തെ വിവരിച്ചതെങ്കിൽ യെശയ്യാവിന്റെ പ്രവചനം 49 അധ്യായം 15 വാക്യം അറിയാമോ? ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. അത് മാതൃസ്നേഹമാണ്, പിതൃസ്നേഹം. 103:13 സങ്കീർത്തനം. മാതൃസ്നേഹം യെശയ്യാവ് 49:15. അമ്മയുടെ സ്നേഹവും അപ്പന്റെ സ്നേഹവും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഇന്ത്യയിൽ വ്യത്യാസമുണ്ട്, അമേരിക്കയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മര്യാദയ്ക്ക് പുരുഷൻ ചെയ്യുന്ന ജോലി മിക്കതും സ്ത്രീയും ചെയ്യണം. സ്ത്രീകൾ ചെയ്യുന്നത് പുരുഷനും. 2 പേരും അടുക്കള കയറണം. കമാൻഡിങ് ഓഫീസേഴ്സ് ഉണ്ടോ? ഇവിടെ കൊണ്ടുപോയി ചായ, ഇവിടെ കൊണ്ടുപോയി കാപ്പി എന്ന് പറയുന്നവൻ വിസ കിട്ടിയാലും അമേരിക്ക പോകല്ലേ മക്കളെ, നിനക്ക് ഇന്ത്യ നല്ലത്. അതുകൊണ്ട് വിസ കിട്ടിയാലും പോകല്ലേ. പുറത്ത് ജോലി ചെയ്യുന്നവർ 2 ഭാഗത്തും ജോലി ചെയ്യണം. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ ഇന്ത്യയിൽ ഒരു വ്യത്യാസമുണ്ട്, മാതൃസ്നേഹവും പിതൃസ്നേഹവും. ഒരു ഉദാഹരണം പറയാം. ഒരു പിഞ്ചോമന കുഞ്ഞ് ഹിന്ദിയിൽ നന്നാ മുന്നാ ബച്ച ഇങ്ങനെ എടുത്ത് അപ്പന്റെ മടിയിലിരുന്ന് ആസ്വദിക്കുക. രാരീരാ രാരീരാരോ രാരീരാ രാരീരാരോ.
ഇങ്ങനെ ചൊല്ലുമ്പോൾ ഒരു ദുർഗന്ധം വമിക്കുന്നു, ഒരു ശബ്ദം പുറപ്പെടുന്നു. കീഴത്തെ പഴന്തുണി ഹിന്ദിയിൽ ഗീലാ പീലയാകുന്നു. അറിയാൻ വയ്യെങ്കിൽ അടുത്തിരിക്കുന്നവർ ചോദിക്കരേ, ഗീലാ പീലയാകുന്നു. ഉടനെ ശോശാമ്മോ, കുട്ടിയമ്മോ, ചിന്നമ്മോ, ബാ അന്നമ്മ, ചിന്നമ്മ, ശോശാമ്മ, കുട്ടിയമ്മ വന്ന് ഇതിനെ എടുത്തുകൊണ്ട് ബാത്റൂമിൽ കൊണ്ടുപോയി കഴുകി വെടിപ്പാക്കി സോപ്പ് കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് ഉണക്കി പോൺസ് പൗഡറും കുട്ടിക്കുറയും നിവിയ ക്രീമും ലാക്ടോ കലാമിനും പുരട്ടി പുത്തൻ ഉടുപ്പിട്ട് കൊണ്ടുവരുമ്പം അപ്പൻ പറയും, ബാബാ മോനെ, ബാബാ ബാബാ. അപ്പോൾ സുഗന്ധത്തിൽ അപ്പന്റെ സ്നേഹം, ദുർഗന്ധത്തിൽ അമ്മയുടെ സ്നേഹം. സുഗന്ധത്തിലും ദുർഗന്ധത്തിലും സ്നേഹിക്കുന്നതാണ് സ്വർഗത്തിലെ ദൈവത്തിന് സ്നേഹം. നിന്റെ സുഗന്ധത്തിൽ മാത്രം സ്നേഹിച്ചെങ്കിൽ നീ ഇവിടെ കാണുകയില്ലായിരുന്നു. എന്നാൽ ദുർഗന്ധത്തിലും അവൻ നമ്മെ സ്നേഹിച്ചില്ലേ? യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഒരമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിച്ചു. മോനെ, വെളിയിൽ പോകല്ലേടാ, കളിക്കല്ലേ, ഇവിടെ കളിക്കല്ലേ, ഇടയ്ക്ക് പോകല്ലേ എന്ന് പറഞ്ഞ് അമ്മ പാല് കച്ചപ്പം ഈ കുസൃതിക്കുട്ടൻ ഒറ്റ ഓട്ടം മമ്മിയുടെ കണ്ണു വെട്ടിച്ച് ഓടിച്ചെന്ന് കമന്നടിച്ച് വീണപ്പം കരയുമ്പോൾ കുരുത്തം കെട്ടവനെ അവിടെ കിടക്കടാ എന്ന് അമ്മ പറഞ്ഞോ? പറഞ്ഞെങ്കിൽ നമ്മൾ എത്ര പേര് ജീവനോടെ കണ്ടേനെ. എന്നാൽ ആ അമ്മ പിന്നെയും അഹങ്കാരിയുടെ പുറകെ പോയി അതിനെ താലോലിക്കുന്ന കാര്യം വേദവിഹാര മഹാകാവ്യത്തിൽ സൈമൺ സാർ അവരുകൾ ദൈവസ്നേഹത്തോട് മാതൃസ്നേഹം തുലനം ചെയ്ത് പാടിയൊരു പാട്ടുണ്ട് കേട്ടോ. ഉറച്ച തറയിൽ വീണുറക്കരയുന്ന വിറയ്ക്കും ശിശുവീനെ തെരിക്കെന്നെടുത്തൂടൻ കുറുക്കു പാലിനൊത്താമിറുക്കു ചൊല്ലിയാതിനുറക്കം വരുമാറു മുറയ്ക്കു തലോടിയും പരിക്കു പല ഊരു ശരിക്കു പരിശോധിച്ചരുസിൽ എന്ന പൂശി ശിരസിൽ മുകർന്നും തൻ ഉരുക്ക മനസ്സിനെ ചുരുക്കി പ്രദർശിപ്പിച്ചിരിക്കും ജനനിയെ ജയിക്കും കരുണാപ്തി. മനസ്സിലായോ? ഇല്ലെങ്കിൽ ഉറച്ച തറയിൽ വീണ് ഉറക്കരയുന്ന വിറയ്ക്കുന്ന ശിശുവിനെ തെരിക്കുന്ന എന്ന് പറഞ്ഞാൽ വിതൗട്ട് ഡിലേ, പെട്ടെന്ന് നീന്നെടുത്ത് കുറുക്കു പാലിനൊത്താ മിറുക്ക്. മിറുക്കെന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണില്ല. അട്ടർലി ബട്ടർലി വേർഡ്സ് എന്ന് ഇംഗ്ലീഷിലും ചിക്കനി ചൊപ്പടി ബാത്തായം എന്ന് ഹിന്ദിയിലും നല്ല മൃദുവായ വാക്കുകൾ. മോനെ, അച്ഛ, പൊന്നെ, അമ്പോറ്റി എന്നൊക്കെ പറയുന്നത് കുറുകിയ പാല് പോലിരിക്കും. കുറുക്കു പാലിനൊത്താ മിറുക്കു ചൊല്ലിയാതിന് ഉറക്കം വരുന്നത് വരെ മുറയ്ക്ക് തലോടി പരിക്ക് പല ഒരു ശരിക്കു പരിശോധി. എവിടാ മോനെ മുറിഞ്ഞത്? ശിരസിൽ എണ്ണ പൂശി അരുസിൽ അതിൽ എണ്ണ പൂശി ശിരസ്, അരുസെന്ന് പറഞ്ഞാൽ മുറിവ്, അതിൽ എണ്ണ പൂശി ശിരസിൽ മുകർന്നു. എന്നിട്ടും മാതൃഹൃദയത്തിൻ്റെ ഒരുക്കം ചുരുക്കമായിട്ടേ പ്രദർശിപ്പിക്കപ്പെട്ടുള്ളൂ. ഇതാണ് മാതാവിന് സ്നേഹമെങ്കിൽ സ്വന്തം മക്കളെ പരിത്യജിച്ച അമ്മമാരില്ലേ, പുഴുങ്ങിയിട്ടുള്ള അമ്മമാരില്ലേ? ഈ വേദപുസ്തകം പറയുന്നു, അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. എത്ര പേർക്കൊരു ഹല്ലേലൂയ പറയാൻ ശ്രമിക്കും. പ്രൊട്ടക്റ്റിംഗ് ലവ്, അത് ഫോർഗിവിംഗ് ലവ്, ഡയമെൻഷൻ നമ്പർ 1. പ്രൊട്ടക്റ്റിംഗ് ലവ്, ഡയമെൻഷൻ നമ്പർ 2, അത് അതേ സംരക്ഷിക്കുന്ന സ്നേഹമാണ്. ഇനിയും മൂന്നാമതായി ഇറ്റ് ഈസ് ഡിസിപ്ലിനിങ് ലവ്, അതിന് പ്രശിക്ഷണം കൊടുക്കുന്ന, ശിക്ഷിക്കുന്ന സ്നേഹം. തുറക്കുവീൻ എബ്രായ ലേഖനം 12-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുവീൻ. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയല്ലേ. അടുത്തത്, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. ഈ സ്നേഹം ശിക്ഷിക്കുന്ന സ്നേഹം കൂടെയാണ്. അത് സ്നേഹത്തിന്റെ പ്രദർശനമാണ്. പപ്പ മാർക്കറ്റിൽ നിന്ന് വന്നു, ടോഫി, ചോക്ലേറ്റ്, ഐസ്ക്രീം, മോനെ ബാ തിന്ന് മോളെ ബാ കഴിക്ക. ഇതേ അപ്പച്ചന്റെ പോക്കറ്റിൽ കിടക്കുന്ന 50 രൂപ ഒരു ദിവസം കണ്ടില്ല. ഇതേത് കള്ളൻ ഇവിടെ വന്നേ? പുറത്തെ കള്ളൻ ഏതായാലും കയറത്തില്ല, അകത്തെ കള്ളൻ തന്നെയാണ്. ഈ മോനത് മോഷിച്ചു. മോനെ നീ എടുത്തോടാ? ഇല്ല പപ്പ. സത്യം പറയടാ? ഇല്ല പപ്പ. അപ്പോൾ പപ്പയ്ക്കൊരു സംശയം വന്ന് പോക്കറ്റിൽ കൈയിട്ടപ്പോൾ ആ 50 രൂപ അവിടെ തന്നെ ഉണ്ട്. അപ്പോഴപ്പന് ദേഷ്യം വന്നു, വടിയെടുത്തു. അടിക്കുമ്പോൾ 2 പൊട്ടിക്കുമ്പോൾ നീ മുടിഞ്ഞു പോകട്ടടാ, നിന്റെ എല്ലാം ഒടിയട്ടടാ, നീ വല്ലവന്റെ മോനാടാ നല്ലതിന്റെ അർത്ഥം. പിന്നെയോ ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. കൽക്കെ മിഠായി ആജിക്ക പിട്ടായി, പ്രേം ക പ്രദർശൻ. മനസ്സിലാക്കാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്നലത്തെ ആ ഭക്ഷണം കൊടുത്ത് കൈയാണിന്ന് ശിക്ഷണം കൊടുക്കുന്നതെങ്കിൽ നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്, നമ്മൾ നന്നാകാനാണ്. എന്നാൽ ചില പിള്ളേർക്ക് അടി വളരെ കൊള്ളും. കാരണം അവർ ഓടാൻ തുടങ്ങും.
അത് ബുദ്ധികേടാ. മക്കൾ വല്ലതും കേട്ടാ, മോനെ പപ്പയോ മമ്മിയോ വടിയെടുക്കുമ്പോൾ ഓടല്ലേ, നിന്റെ കാല് ഇത്രയേ ഉള്ളൂ, നിന്റെ അപ്പൻ്റെ കാല് 4 ഇരട്ടി വലുതാ, ഓടിച്ചിട്ടടിക്കും. ചില പിള്ളേർ സ്ട്രഗിൾ ചെയ്യും മമ്മിയുടെ പപ്പയുടെ കയ്യിൽ നിന്ന് വടി പിടിച്ചു വയ്ക്കാൻ. ചെയ്യല്ലേ, നിന്റെ ആരോഗ്യത്തെക്കാൾ മാതാവിൻ്റെ പിതാവിൻ്റെ ആരോഗ്യം വലുതാണ്. പിന്നെ 3ാമതൊരു മെത്തേഡുണ്ട് അടി കുറയ്ക്കുവാൻ. ഓടാതെ മല്യുദ്ധം ചെയ്യാതെ പപ്പ വടിയെടുക്കുമ്പോൾ കെട്ടിപ്പിടിച്ചാൽ പപ്പ ഹൗ ബ്യൂട്ടിഫുൾ യു ആർ. ആ താലോലിച്ച് കെട്ടിപ്പിടിക്കുന്നവന് അടി കുറച്ചേ കൊള്ളുകയുള്ളൂ. സഹോദരാ സഹോദരി, കർത്താവിൻ്റെ കോപം നിന്റെ വ്യക്തി ജീവിതത്തിൽ, ശരീരത്തിൽ, കുടുംബത്തിൽ, സഭാ ശുശ്രൂഷയിൽ വരുമ്പോൾ ഓടല്ലേ ഓടല്ലേ ഓടല്ലേ. അവനെ ഒളിച്ചോടാൻ പറ്റുകയില്ല. മല്യുദ്ധം ചെയ്യാതെ പാദത്തിൽ കവിണ്ണ് വീഴുക. അപ്പച്ചാ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ആ ദിവ്യ പാദത്തിൽ ആശ്രയിച്ചവരാരും ആലംബഹീനരായി തീർന്നിട്ടില്ല. ഇങ്ങനൊരു ശിക്ഷയുള്ളതുകൊണ്ട് നമ്മളിവിടെ നിൽക്കുന്നത്. എൻ്റെ ഭാര്യയുടെ വല്യപ്പച്ചൻ്റെ പേര് പാസ്റ്റർ TG ഉമ്മൻ. ആചാരഭാഗമായ ഒരു വേദപണ്ഡിതൻ, വേദശാസ്ത്രത്തിൽ പരാംഗതനായ IPCയുടെ ആദ്യകാല നേതാക്കന്മാരിൽ ഒരാൾ. ഒരു ദിവസം ചൊറിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ തനിക്ക് എതിരാളി ഒരു സ്നേഹിതൻ, ആ സ്നേഹിതൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ, ഒരു ഭാവന പേരങ്ങ് പറയാം, കുട്ടിയച്ചൻ വന്നിട്ട് പറഞ്ഞു, ഉമ്മച്ച കണ്ടോ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, കണ്ടോ ചൊറിയുന്നത്. അപ്പോൾ ആ സുസ്മേരവദനായി ഉമ്മച്ചനപ്പച്ചൻ പറഞ്ഞു, പ്രിയ കുട്ടിയച്ച ഇപ്പം മനസ്സിലായല്ലോ ഞാൻ ആരാന്ന്. ആരാ? എബ്രായർ 12:5, പിതാവ് തൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. എനിക്കൊരപ്പച്ചനുണ്ട്, അവൻ എന്നെ കൈക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രദർശനമാണ്. പക്ഷെ കുട്ടിയച്ചനെ വെറുതെ വിട്ടില്ല. അടുത്ത ചോദ്യം, കുട്ടിയച്ചന് ഈ അസുഖമൊന്നും വരാത്ത എന്തെന്നറിയാമോ? അറിഞ്ഞുകൂടാ. അടുത്ത വാക്യത്തിലുണ്ട്, എന്താ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലേടേനത്രേ. നീ ഫാദർലെസ്സാ, എനിക്കൊരു ഫാദറുണ്ട് എന്ന് മനസ്സിലാക്കിയ ദൈവമക്കൾക്കോ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. തിരുക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ പതറുകയില്ല. മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിന്റെ പ്രദർശനമാണ്. വായിക്കൂ ഇതേ കാര്യം തീത്തോസിന് ലേഖനം 2-ാം അധ്യായം 11 മുതൽ 13 വരെ. ടൈറ്റസ് 2:11-13. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. ദൈവകൃപ ഉദിച്ചല്ലോ, രക്ഷിക്കുന്ന ദൈവകൃപ. അടുത്ത വാചകം, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേട് പ്രപഞ്ചമോഹങ്ങൾ വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും ജീവിച്ചു പോരുക. അത് നമ്മെ ശിക്ഷിച്ചു വളർത്തും. ഏത്? 2:11 രക്ഷിക്കുന്ന കൃപ, 2:13 ശിക്ഷിക്കുന്ന കൃപയാ. അപ്പൊ ഓരോ അടിയും പറയുന്നത് അപ്പന്റെ കൃപ, അപ്പന്റെ കൃപ, അപ്പന്റെ കൃപ. ഇത് പ്രപഞ്ചമോഹങ്ങൾ വർജിക്കാനാ. ഈ ലോകത്തിന് അനുരൂപരായി പോകേണ്ടവരല്ല ദൈവമക്കൾ. ഇത് വയലല്ല ദൈവമക്കളെ, ഇത് കെട്ടിയടച്ച തോട്ടമാണ്. ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച് ഈസ് നോട്ട് ആൻ ഓപ്പൺ ഫീൽഡ്, ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് ഗാർഡൻ. എത്ര പേർ വിശ്വസിക്കുന്നു? വയൽ ലോകമാണ്, സഭ തോട്ടമാണ്. അതിരും വരമ്പും അടുക്കും ചിട്ടയും ബെല്ലും ബ്രേക്കും അച്ചടക്കമുള്ള ഒരു പ്രസ്ഥാനമാണ് ദൈവസഭ. ഇത് അഴിഞ്ഞാടേണ്ട പ്രസ്ഥാനമല്ലെന്ന് എന്നോടൊപ്പം പറയാൻ എത്ര പേരുണ്ട്? അവരുടെ വേഷവിധാനത്തിലും ഉടയിലും നടയിലും വേഷത്തിലും ഭാഷയിലും ഒരു വ്യത്യാസം വേണം. മോശക്കുഞ്ഞിനെ പെട്ടകത്തിൽ നിന്ന് എടുത്തപ്പം ഞാങ്ങണപ്പെട്ടിന്ന് കണ്ടുടനെ ഫറവോന്റെ പുത്രി പറഞ്ഞറിയാമോ, ഇത് എബ്രായ പൈതങ്ങളിൽ ഒന്ന്. നിന്റെ കുഞ്ഞ് സ്കൂളിൽ പോകുമ്പോഴും പറയട്ടെ, ഇത് എബ്രായ കുഞ്ഞുങ്ങളിൽ ഒന്ന്. കാരണം എന്താ? പശയും കീലും തേച്ചു വെച്ചത് പെട്ടിക്കടിക്കേണ്ട പെയിന്റ് കുട്ടിക്ക് അടിക്കരുതേ. കുട്ടിയുടെ പെയിന്റ് സ്വർഗം അടിച്ചത് മതിയെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം. അമ്മേ, പെട്ടിയുടെ പെയിന്റ് പെട്ടിക്കടിക്കൂ, കുട്ടിയുടെ പെയിന്റ് അത്യുന്നതൻ അടിച്ചു വിട്ടിട്ടുണ്ട്. ഒറിജിനൽ പെയിന്റിൽ തൃപ്തിയുള്ളവർ മാത്രം നല്ല പറയാമോ? കൽക്കട്ടയിൽ നിന്ന് വന്നൊരു ദൈവദാസൻ പറഞ്ഞതാ. ആ തെരുവിൽ ഒരുത്തൻ കളിച്ചോണ്ടിരിക്കും. ഒരുത്തൻ ചോദിച്ചു, മോനെ നിന്റെ പേരെന്തുവാടാ? അപ്പോൾ ഒരാൾ അടുത്തെന്ന് പറയും, അത് മോനല്ല മോളാം. അയ്യോ അറിഞ്ഞില്ല, നിങ്ങളാണോ ഇതിൻ്റെ അപ്പൻ? അല്ല, ഞാനിതിൻ്റെ അമ്മയാണ്. അറിയാമോ? യഥാ മാതാ തഥാ പുത്രി. അമ്മേ, വേഷവിധാനം ശരിക്ക് ചെയ്യ്, ലോകത്തിന് അനുരൂപരാകരുതേ.
ഉടുപ്പ് മലിനമാക്കാത്ത കുറെ പേർ സർദീസിലുണ്ട്. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രപഞ്ചമോഹങ്ങൾ. ഒരു ദൈവദാസൻ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ പറയുന്നു, നമ്മുടെ വഴിയേ കൂടെ കൂടെ പോകുന്ന ഇയാൾ വിശുദ്ധനായൊരു ദൈവപുരുഷൻ. ആമേൻ. ഭക്തിക്കൊരു വേഷമുണ്ട്, അതിനെ പൗലോസ് കണ്ണിച്ചിട്ടില്ല. അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നതാണ് കണ്ണിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ വേലക്കാരൻ്റെ വേഷമുണ്ട്. ഇങ്ങനെയുള്ളവർ കർത്താവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവർ. അപ്പോൾ അപ്പോസ്തലന്മാർക്ക്, ശുശ്രൂഷകന്മാർക്ക് ഒരു നല്ല വേഷം, അത് എന്നതാണെന്ന് എഴുതിയിട്ടില്ലെങ്കിൽ ഒരു യോഗ്യമായ വസ്ത്രം. മുഖത്ത് നോക്കിയാൽ ഒരു ഐശ്വര്യം വേണം. മനസ്സിലായോ? ഈ അടുത്ത കാലത്ത് മുഖം ഇങ്ങനെ വിരൂപമാക്കുന്ന ഒരുതരം പുതിയ മീശ ഇറങ്ങിയിട്ടുണ്ട്. വട്ടപ്പൂജ്യം, കൊട്ടപ്പൂജ്യം മീശ. എങ്ങനെ അതിനുണ്ടായത്? ഒരുത്തൻ ഷേവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവന് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നി. അത് ഫിനിഷ് ചെയ്യാതെ അവൻ പോയി അപ്പോൾ കുളിച്ചേച്ച് വന്നപ്പോൾ ഇതങ്ങ് മറന്നുപോയി. ഇങ്ങനെ ഇരുന്നപ്പോൾ എടാ നാണക്കേടാന്ന് പറഞ്ഞപ്പോൾ അവൻ ആ ലജ്ജ മാനമായി തോന്നി. മക്കളെ, അത് ലജ്ജയാ. നിന്റെ നല്ല മുഖത്തെ വിരൂപമാക്കരുതേ. അതിന് ഫ്രഞ്ച് കട്ടിങ് നല്ല പേര്, മുറുകി ടട്ടി എന്നാ പേര്. അറിയാമോ? അത് കോഴിത്തീട്ടമാണ് മക്കളെ. കൊച്ചനിയന്മാരെ, ചെറുപ്പക്കാരെ, ഇത് അനുകരിക്കരുത്. താടിയുടെ അറ്റം വിരൂപമാക്കരുത്. ലേവ്യ 19:27 പറയുന്നത് ഇങ്ങനെയാ, തലമുടിയുടെ ചുറ്റും വെളുമ്പ് അടിക്കരുത്, താടിയുടെ അറ്റം വിരൂപമാക്കരുത്. പ്രപഞ്ചമോഹം വർദ്ധിക്കൂ. മീശ വെക്കണോ? ദേ ഇരിക്കുന്ന 2 നല്ല മീശകൾ സമകാലികന്മാരുടെ നമ്മൾ കണ്ടില്ലേ? അതാണ് യഥാർത്ഥ മീശ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അത് തിളങ്ങുന്നു. ഒന്നുകിൽ ഫുൾ, അല്ലെങ്കിൽ മാറ്റി. നന്നായി നിന്റെ മുഖം ഐശ്വര്യത്തോട് കീപ്പ് ചെയ്യുവാൻ എൻ്റെ കൊച്ചനുജന്മാർ തയ്യാറാകണം. കർത്തൃദാസന്മാർ അവരെ ഗുണദോഷിക്കണം. കാട്ടുചെന്നായെ പോലെ നീ ഇരിക്കരുത്. പ്രവചനം 3:16 കൂടെ വായിക്കൂ. യഹോവ പിന്നെയും അരുളി ചെയ്തത്, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടി എറികണ്ണിട്ടും കൊണ്ട്. അതെങ്ങനെയാന്ന് ഇപ്പൊ ഞാൻ കാണിക്കുന്നില്ല, കാണിച്ചാൽ ഒത്തു വരത്തുമില്ല. സഞ്ചരിക്കുകയും പിന്നെ തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഭാഷ കേൾക്കണോ? സിയോൻ की बेटियां घमंड के साथ सिर ऊंचा करके आंखें मटकाते हुए खुंकुरियों को चमचमाते हुए ठुमक 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 चलते हैं. ഒരു പാക്കറ്റിൽ 3 സാധനമാ. 1 അഹങ്കാരം, 2 ഏറുകണ്ണ്, 3 കഴുത്ത് നീട്ടുക. എന്നതായി കഴുത്ത് നീട്ടൽ? വളരെ നാൾ ഞാൻ ചിന്തിച്ചിരുന്നത്, പൂവൻകോഴി കൂകാൻ നേരം ഇങ്ങനെ കഴുത്ത് നീട്ടും, പെടക്കോഴി മുട്ടയിട്ടേച്ച് ഞാൻ മുട്ടയിട്ടേ അതിന് കഴുത്ത് നീട്ടും, ഇങ്ങനെ. പക്ഷെ ഒരുപാട് വായിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് അങ്ങനല്ല. പിന്നെ എങ്ങനെ ഈ കഴുത്ത് നീട്ടൽ? ബ്ലൗസിൻ്റെയും ചുരിദാറിൻ്റെയും കഴുത്തിൻ്റെ ഇറക്കം താഴോട്ട് താഴുമ്പോൾ കഴുത്ത് നീണ്ടുവരും മക്കളെ. അതുകൊണ്ട് നേരത്തെ പറയണം, കഴുത്ത് നീട്ടല്ലേ. ഓസ്ട്രേലിയക്കാരനായൊരു പാസ്റ്ററെ എനിക്ക് വളരെ ബഹുമാനമാണ്. കാരണം തൻ്റെ സഹോദരി സഹോദരന്മാർ സഭാംഗങ്ങളെല്ലാം നന്നായി ഡ്രസ് ചെയ്യണമെന്ന് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ താൻ പ്രസംഗിച്ചു. പക്ഷേ പുരുഷന്മാർ ഒത്തിരിയും കേട്ടു, സ്ത്രീകൾ 50% കേട്ടുള്ളൂ. കക്ഷവും കാണിച്ച് കഴുത്ത് നീട്ടി വന്നപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇനി പ്രസംഗം കൊണ്ട് പ്രയോജനമില്ല. അയാളൊരു വിദ്യ കാണിച്ചു. അതാ എനിക്ക് അയാളെ ഇഷ്ടം. അത് എയർ കണ്ടീഷൻ മുറിയിൽ ആരാധന. അടുത്ത ആഴ്ച AC അങ്ങ് കൂട്ടിയിട്ടു. നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് വന്നവർക്ക് ഒരു കുഴപ്പം വന്നില്ല. കഴുത്ത് നീട്ടി കച്ചവും കാണിച്ചു വന്നവർ വിറച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെങ്കിൽ AC കൂടുതല. പാസ്റ്റർ പറഞ്ഞു, മക്കളെ തുണി ഉടുത്തോണ്ട് വാ, AC കുറയുമെന്ന്. അങ്ങനെയുള്ള പാസ്റ്റർമാർക്ക് ഞാൻ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാമോ നമ്മുടെ കൂട്ടുസഹന്മാർ. അതുകൊണ്ട് ദൈവമക്കളെ, പ്രപഞ്ചമോഹം വർജിക്കുവീൻ, പ്രപഞ്ചമോഹം വർജിക്കുവീൻ. ലവ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ സ്നേഹം രക്ഷിക്കുന്നു. 2, ക്രിസ്തുവിന്റെ സ്നേഹം സംരക്ഷിക്കുന്നു. 3, ക്രിസ്തുവിന്റെ സ്നേഹം ശിക്ഷിക്കുന്നു. 4-ാമത്തെ പ്രബലം 2 കൊരിന്ത്യർ 5-ാം 14 വാക്യം വായിക്കുവീൻ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. കൺസ്ട്രെയിനിങ് ലവ്, കൺസ്ട്രെയിനിങ്. തുടർന്ന് വായിച്ചാൽ കാണാം ദൈവത്തോടുള്ള നിരപ്പിന്റെ വചനം. പാപികളെ മാനസാന്തരപ്പെടുവീൻ, ദൈവത്തോട് നിരപ്പുവീൻ. സുവിശേഷത്തിന്റെ ഘോഷണമാണിതെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ട സകല ദൈവമക്കളും ഈ അല്പകാലം മാത്രം ബാക്കിയുള്ളപ്പോൾ സുവിശേഷ ഘോഷണത്തിൽ ഇറങ്ങണം. 1 കൊരിന്ത്യർ 15:58 ഇടയലേഖനമല്ല, പൊതുസഭയോട് പറയുന്നു, കർത്താവിന്റെ വേലയിൽ നിങ്ങൾ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുവീൻ. 1 പത്രോസ് 2:9 അന്ധകാരത്തിൽ നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ്. അതിന് ബൈബിൾ സ്കൂളിൽ പോയില്ലല്ലോ. ബൈബിൾ സ്കൂളും കോളേജും ഒക്കെ നല്ലതാ, പക്ഷേ സുവിശേഷം അറിയിക്കാൻ മാത്രം അതിൽ പോകണമെന്നില്ല. ശമരിയക്കാരി സ്ത്രീയുടെ അന്തരംഗത്തിൽ ദിവ്യപ്രകാശത്തിന്റെ കിരണങ്ങൾ വന്നപ്പോൾ 1 മണിക്കൂർ കൊണ്ട് കുടവും മറന്നു, വെള്ളവും മറന്നു, ദാഹവും മറന്നു,
ഒന്നാമത്തെ മിഷണറി വനിതയായെങ്കിൽ അതിനേക്കാൾ പ്രായമുള്ള സഹോദര സഹോദരി, രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ നീ ഒരു മിഷണറിയാ. ഗദരദേശത്തെ ഭൂതഗ്രസ്തനോട് പറഞ്ഞു, ആരോടും പറയല്ലേ, പക്ഷെ അതൊരു പരീക്ഷയായിരുന്നു. അവൻ തുള്ളിച്ചാടി 10 പട്ടണം സുവിശേഷം അറിയിച്ചപ്പോൾ സൺഡേ സ്കൂൾ പോലും പഠിക്കാത്തവൻ, ആരാധന സംബന്ധിക്കാത്തവൻ, എങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ച ദിവസം മുതൽ ദൈവസഭ ക്രിസ്തുവിനെ സാക്ഷിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം എല്ലാവരും ഒന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ധരിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ പറയുന്നതും പെന്തക്കോസ്തരായ നാമ. പക്ഷെ പെന്തക്കോസ്തിൽ ഒത്തിരി ആളുകൾക്കും പരിശുദ്ധാത്മാവിനെ തന്നതെന്ന് അറിഞ്ഞുകൂടാ. അന്യഭാഷ പറയാൻ, തുള്ളാൻ, ചാടാൻ, ആടാൻ, പാടാൻ, ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. പക്ഷേ ഇത് ലക്ഷണങ്ങളാണ്. ലക്ഷ്യം ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുവാനാണ്. ഫാൻ ഉണ്ടാകുന്നതിൻ്റെ കാലത്തെ നമ്മുടെ നാട്ടിൽ വീശുവാള ഉണ്ടായിരുന്നല്ലോ. വീശുവാള കണ്ടിട്ടുള്ളവർ മാത്രം ഒന്ന് കൈവക്കി. ഞാൻ അയ്യോ കുഞ്ഞുങ്ങളെ, ഇതിന് മൊബൈൽ ഫാൻ എന്നാ പറയുന്നത്. റീചാർജ് വേണ്ട, സിം കാർഡ് വേണ്ട, ലൈഫ് ടൈം ഗ്യാരണ്ടിയാ. ഈ വീശുവാള കയ്യിലിരുന്ന പല ഗുണങ്ങളാണ്. അപ്രതീക്ഷിതമായ വെയിൽ വന്നാൽ ഒന്ന് തടയാം, അംബ്രലയ്ക്ക് പകരം. മഴ വന്നാൽ അത് തടയാം. ഒരു പട്ടി കടിക്കാൻ വന്നാൽ ഓടിക്കാം. ഒരു കുട്ടി അടിക്കണമെങ്കിൽ അടിക്കാം. നിന്ന് കാല് കിടക്കുമ്പോൾ നമുക്ക് തുണി അഴുക്കാകാതെ ഒന്ന് ഇട്ടിരിക്കാം. പിന്നെ 6-ാമത്തെ ഗുണം, പുറം ചൊറിയേണ്ടി വരുമ്പോൾ 2 കൈയും എത്താത്ത ഏറിയായി ചൊറിയാം. ഒരു വീശുവാളയ്ക്ക് 6 ഗുണം അറിയാമോ? വെയിൽ തടയാം, 2 മഴ തടയാം, 3 കുട്ടി അടിക്കാം, 4 പട്ടി ഓടിക്കാം, 5 ഇട്ടിരിക്കാം, 6 പുറം ചൊറിയാം. പക്ഷെ ഈ 6 കാര്യത്തിന് ആരും വീശുവാള വാങ്ങിയിട്ടില്ല. 1-ാമത്തെ ഉപയോഗം വീശാണെങ്കിൽ പരിശുദ്ധാത്മാവെന്ന കാറ്റ് നിന്നിൽ വന്നത് ആടാനും ചാടാനും തുള്ളാനും പറയാനുമല്ല. അതൊക്കെ സിംറ്റംസായി. 1-ാമത് നീ ക്രിസ്തുവിന്റെ സാക്ഷിയാകണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് തന്നത് എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ ആദ്യത്തെ ജനറൽ ബോഡിയും ഇലക്ഷനും അപ്പോസ്തല പ്രവർത്തികൾ 6-ാം അധ്യായത്തിൽ അന്ന് 7 കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. യോഗ്യത പരിശുദ്ധാത്മ നിറവ്, 2 പരിജ്ഞാന നിറവ്, 3 നല്ല സാക്ഷ്യം. തിരഞ്ഞെടുത്തവരെ ആക്കിയപ്പോൾ പറഞ്ഞു, പ്രസംഗം ഞങ്ങൾ ചെയ്യാം, വചനശുശ്രൂഷ ഞങ്ങൾ ഇട്ടിരിക്കാം, നിങ്ങൾ പോതെ പ്രാർത്ഥിച്ച് ആ കമ്മിറ്റി കാര്യങ്ങൾ നോക്കി അക്കൗണ്ട് ബുക്ക് നോക്കാൻ ആക്കി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ 7 കമ്മിറ്റിയിൽ ഒരുത്തൻ, അവൻ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവൻ, പുസ്തകം അടച്ചു വെച്ചേച്ച് പുറത്തിറങ്ങി സുവിശേഷം പ്രസംഗിച്ചു. പ്രസംഗം തുടങ്ങിയപ്പോൾ അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചു. അവനാണ് സ്തേഫാനോസ്. ആ കമ്മിറ്റി മെമ്പർ വെളിയിൽ ഇറങ്ങിയതോടുകൂടെ 7 കമ്മിറ്റി 6ആയി. അവന്റെ രക്തസാക്ഷി മരണം കണ്ടപ്പോൾ അടുത്ത കമ്മിറ്റി മെമ്പർ മിസ്റ്റർ ഫിലിപ്പോസ്, അദ്ദേഹവും പറഞ്ഞു, ഈ പരിപാടിയേക്കാൾ നല്ലത് സുവിശേഷത്തിൽ 10 ആത്മാക്കളെ നേടുന്നതാ. അവൻ ഇറങ്ങി ശമരിയിൽ പ്രസംഗിച്ചു. ജനലക്ഷങ്ങൾ സുവിശേഷം കേൾക്കുന്നു. സ്നാനപ്പെട്ട് മാത്രമോ, ഐത്യോപ്യ രാജ്യത്തിലെ ധനകാര്യ മന്ത്രിയെ സുവിശേഷം പറഞ്ഞ് വെള്ളത്തിൽ ഇറക്കി മുക്കി വചനപ്രകാരം സ്നാനപ്പെടുത്തി സഭയോടെ ചേർക്കാൻ ദൈവനെ ഉപയോഗിച്ചു. അവൻ കമ്മിറ്റിക്കല്ല സ്ഥാനം കൊടുത്തത്, സുവിശേഷത്തിനാണ്. കൗൺസിലിന് ഞാൻ എതിരല്ല. ജനറൽ കൗൺസിൽ ഞാൻ മെമ്പർ, സ്റ്റേറ്റ് കൗൺസിൽ ഞാൻ അംഗം. ഇല്ലാത്ര ഞാൻ ഉണ്ടാക്കി കൊടുക്കും. സഹോദരങ്ങളെ, ഉത്തരവാദിത്വം നമുക്ക് വേണം, അത് വചനാനുസരണം. പക്ഷേ ഒരു കാര്യം, ചർച്ചിന്റെ കമ്മിറ്റിയിൽ ഇരിക്കുമ്പോഴും അക്കൗണ്ടിനേക്കാൾ വലുത് ആത്മാക്കളെ നേടുക. ആത്മാക്കളെ നേടുക. വിൻ സോൾസ്, ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ആ മനുഷ്യത്തിൻ്റെ മീൻ പിടിക്കണമെങ്കിൽ വെള്ളത്തിൽ പോകണം. ചില കിണറ്റിലെ പിടിക്കൂ, കൂവാമേ, അവിടെ പിടിച്ച തവളയെ കിട്ടൂ. ആ തവളയ്ക്കൊരു ദോഷമുണ്ട്. എങ്ങനെ ചാടിക്കയറിയോ ചാടിച്ച അതുപോലെ ചാടി ഇറങ്ങും. IPC, ഷാരോൻ, AG, CG ചാടി പോകാൻ കാരണം നീ പിടിച്ചത് മീനെ അല്ല മക്കളെ, തവളയാണ്. അത് ചാടി പഠിച്ചത് ചാടി ഇറങ്ങും. ചിലർ സ്വിമ്മിംഗ് പൂളിൽ പോയി പിടിക്കും. എവിടെ മത്സ്യത്തെ, അതെ, കുളിക്കുന്ന സ്ഥലം, അവിടെ മീൻ കിട്ടത്തില്ല. സ്ത്രീകളുടെ നീണ്ട തലമുടിയും കിട്ടും, സോപ്പിന്റെ കഷ്ണവും കിട്ടും. അതുകൊണ്ട് കിണറിനെ മറന്ന്, കുളവും മറന്ന് വിശാല സമുദ്രത്തിലേക്ക് വലയിറക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് ദൈവസഭയോട് ആഹ്വാനം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കീപ് ഫിഷേഴ്സ് ഓഫ് മെൻ ആകുന്നതിനേക്കാൾ കീപ്പേഴ്സ് ഓഫ് അക്വേറിയം ആകുവാനാ പലർക്കും ഇഷ്ടം. എന്ന് വെച്ചാൽ ആരോ പിടിച്ച മീൻ കണ്ണാടി കൂടിനകത്തിട്ട് വളർത്തുക.
നല്ല ഹേസിയുള്ള മുറിക്കകത്തിരുന്ന് ഈ മീനിന്റെ കളി കാണുക. അങ്ങോട്ട് കളി, ഇങ്ങോട്ട് കളി, കമ്മറ്റി കളി, ജനപൊളി കളി, കളി, പാനൽ കളി, കളി 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 ഇതിന് ജീവനോട് ഇരിക്കാൻ ഇച്ചിരി മീൻ ഇച്ചിരി തീറ്റി കൊടുക്കണം. അതിന് ബുധനാഴ്ച വൈകിട്ടൊരു കോട്ടേജ് മീറ്റിംഗ് ഉണ്ടല്ലോ, വ്യാഴാഴ്ച ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ടല്ലോ. തീറ്റി കൊടുത്ത് മീൻ വളർത്ത് ശാലയുടെ സംരക്ഷകരല്ല, മീൻ പിടുത്തക്കാരാകുവാൻ എത്ര പേർ തയ്യാറാണ്? We are not keepers of aquarium, but we are fishers of men. അത് വിശ്വസിക്കുന്നവർ കൈയൊന്ന് നോക്കി സ്തോത്രം ചെയ്യാം. We are മച്ചലി ശാല സംഭാലനെ വാലെ നഹി മച്ചലി പക്കടനെ വാലെ ബൻ ജായ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വരാറായി. നശ്വര ലോകം വിട്ടു പിരിയും നാം അതിവേഗം. അങ്ങേ കരയിൽ നിന്ന് നമ്മൾ നേടിയതെന്തെന്നറിയും. എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഒരു നിമിഷം കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിനായി എത്ര പേർ സ്തോത്രം ചെയ്യും? അത് ഇറ്റ് ഈസ് forgiving love, it is protecting love, it is disciplining love, it is constraining love. കണ്ണുകളെ അടച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യൂ. ക്രിസ്തുവിന്റെ സ്നേഹം ക്ഷമിക്കുന്ന സ്നേഹം, 2 സംരക്ഷിക്കുന്ന സ്നേഹം, 3 ശിക്ഷിക്കുന്ന സ്നേഹം, 4 നിർബന്ധിക്കുന്ന സ്നേഹം. കർത്താവ് എന്നോട് സംസാരിച്ച നിശ്ചയുള്ളൊരു മാത്രം കൈ നമുക്ക് പിടിച്ചാൽ, കർത്താവേ, സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ എന്നുള്ള പാട്ടിന്റെ ആ അംശങ്ങൾ അല്പസമയം നമുക്ക് പാടി ആരാധിക്കാം. മേ ഗോഡ് ബ്ലസ് യു ഓൾ. അങ്ങേ മഹത്വത്തിനായി അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി സ്നേഹത്തിലൂടെ എല്ലാം കാണുവാ, ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാ, സ്നേഹത്തിലൂടെ എല്ലാം കാണുവാ, ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാ. എന്നിൽ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി. വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ജനം, വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ജനം. നിന്റെ പൊന്നുനാമമഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. നിന്റെ പൊന്നുനാമമഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി